ആനക്കരയിൽ തെരുവ് നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടി നാട്ടുകാർ. പുലർച്ചെ എത്തുന്ന പത്രം, പാൽ വിതരണക്കാരും ഇരുചക്രവാഹന യാത്രികരും നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. ആനക്കരയിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം. വഴിയാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും ഭീഷണിയാകുന്ന തരത്തിലാണ് തെരുവുനായ്ക്കളുടെ വർധന. മാലിന്യം തള്ളൽ ഒരു പരിധിവരെ തെരുവുനായ്ക്കളുടെ വർധനയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന പരാതിയുമുണ്ട്. രാവിലെ ഓടാനും നടക്കാനും പോകുന്നവർ, പത്രവിതരണക്കാർ, പാൽ വിതരണക്കാർ തുടങ്ങിയവർ തെരുവുനായ്ക്കളുടെ ശല്യം മൂലം പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ആനക്കര പഴയ റോഡിലൂടെ വന്ന ബൈക്ക് യാത്രക്കാരന് നേരെ തെരുവുനായ്ക്കൂട്ടം ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. തെരുവുനായ്ക്കളുടെ ആക്രമണം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ മൗനം പാലിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്നുണ്ട്. നാട്ടുകാർക്കും മറ്റും ഒരുപോലെ ഭീഷണിയാകുന്ന തെരുവുനായ്ക്കളെ തുരത്താൻ സത്വര നടപടികൾ കൈക്കൊള്ളണമെന്ന ആവശ്യവും ശക്തമാണ്. MC വിനോസ് തൃത്താല. ഓണത്തെ വരവേറ്റ് എടപ്പാൾ ബ്യൂട്ടി സിൽക്സ്. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ബ്യൂട്ടി സിൽക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.